നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണാഭമായി കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര കുംഭഭരണി വേല മഹോത്സവം നിറക്കാഴ്ചയായി കൂട്ടി എഴുന്നള്ളിപ്പ്. പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും ആഘോഷിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല സംഘടിപ്പിച്ച റിപ്പബ്ലിക് സദസ്സിന്റെ സമാപന സമ്മേളനവും വിജ്ഞാന വികസന സദസ്സും സംഘടിപ്പിച്ചു. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഫെബ്രുവരി 28-ന്. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 25 മുതൽ മാർച്ച് 2 വരെയും പൂരം കാവടി ആഘോഷം മാർച്ച് 7-നും ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. 18 കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ VK പത്മനാഭൻ അവതരിപ്പിക്കുന്ന ദേവി മഹാത്മ്യ പാരായണം, പൂക്കോട് കീനൂരപ്പൻ ഭജന സംഘത്തിന്റെ ഭജന അർച്ചന, ശ്രീഭൂതബലി എന്നിവ നടന്നു. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണികത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേള അകമ്പടിയിലായിരുന്നു ശീവേളി എഴുന്നള്ളിപ്പ്. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഗജവീരന്മാരെ അണിനിരത്തി വാദ്യമേള നാദവിസ്മയങ്ങൾ തീർത്തായിരുന്നു ദേശപൂരങ്ങൾ ഒത്തുചേർന്ന കൂട്ടിയെഴുന്നള്ളിപ്പ്. കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് പഴമയും പാരമ്പര്യവും വിളിച്ചോതി വേലകളിയും നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവും നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, തായമ്പക, ബാലയും കുംഭഭരണി വേല മഹോത്സവത്തിൽ ഉണ്ടായിരുന്നു. പതിനെട്ടര കാവുകളിൽ പ്രമുഖമായ പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഭിഷേകവും ചാന്താട്ടവും നടത്തി. തുടർന്ന് KK ശ്രീലക്ഷ്മിയുടെ സോപാന സംഗീതം അരങ്ങേറി. തുടർന്ന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഉച്ചതിരിഞ്ഞ് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പഞ്ചാരിമേളവും അരങ്ങേറി. രാത്രി കളമെഴുത്തുപാട്ട്, ഡബിൾ തായമ്പക, പുറത്തേക്കെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായിരുന്നു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്കു ശേഷം എഴുന്നള്ളിപ്പ് നടന്നു. പൊറോത്ത് രാജീവ് മാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കളമെഴുത്തുപാട്ടും ഭഗവതി നൃത്തം, വീരനാട്യം എന്നിവയും നടന്നു. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഫെബ്രുവരി 28-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 7:30-ന് പാൽക്കുടം ഘോഷയാത്രയും വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും തുടർന്ന് വൈകിട്ട് കൊടിയേറ്റവും നടക്കും. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 6-ന് കലാപരിപാടികൾ നടക്കും.
ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ് പൂയവും പ്രതിഷ്ഠാദിനവും ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ക്ഷേത്രാചാര ചടങ്ങുകൾക്കു ശേഷം ഉച്ചയ്ക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളങ്ങളോടെയുള്ള കാവടി വരവ്, ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കൽ, ഘോഷയാത്രകൾ, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. മാർച്ച് 1 രാത്രി 7:30 മുതൽ 10 വരെ പള്ളിവേട്ട, മാർച്ച് 2 രാവിലെ 7:30 ആറാട്ട്, രാവിലെ 10:30 ആറാട്ടുകഞ്ഞി വിതരണം, ഉച്ചയ്ക്ക് 12:30 കൊടിയിറക്കത്തോടെ ചടങ്ങുകൾ സമാപിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതിക്കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് എന്നിവർ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി എന്നിവർ പങ്കെടുത്തു. എല്ലാ ദിവസവും പ്രസാദോട്ട് നടക്കുന്നുണ്ട്. പിന്നെ കലാപരിപാടികള് ശബരിമലയിലൊക്കെ നടക്കുന്നത് പോലെ. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ഈ മാസം 26 ആഘോഷിക്കും. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഇരുവിഭാഗവും 9 വീതം ഗജവീരന്മാരെ അണിനിരത്തും. 11 കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്നുള്ള കാവടിയാട്ടം, 1 മണിക്കൂർ നീളുന്ന കുടമാറ്റം, മേളം, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 8-നാണ് കൊടിയേറ്റം. കൊടിയേറ്റ ദിനം മുതൽ 24 വരെ വൈകിട്ട് വിവിധ കലാപരിപാടികൾ, 27-ന് പള്ളിവേട്ടയും 28-ന് ഉത്സവത്തിന് സമാപനം കുറിച്ച് നൂലുവള്ളി മാനസ സരോവരത്തിൽ ആറാട്ടും നടക്കും. ബിസിനസ് ന്യൂസ്. പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ റെപ്കോ ഹോം ഫിനാൻസിന്റെ തൃശൂർ ബ്രാഞ്ച് ഇനി പുതിയ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങളോടും വിപുലമായ സേവനങ്ങളോടും കൂടി കൊക്കാലെ മേപ്പിൾ ടവറിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂരിലെ ജനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വേഗത്തിൽ ഭവന വായ്പകൾ ലഭ്യമാക്കി വരുന്ന റെപ്കോ ഹോം ഫിനാൻസ് പ്രവർത്തന പരിധി വിപുലീകരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കൊക്കാലെ DP പ്ലാസയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ശാഖയാണ് തൊട്ടടുത്തുള്ള മേപ്പിൾ ടവർ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. TB റോഡിൽ പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം റെപ്കോ ഹോം ഫിനാൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ A. പൽപാണ്ടി നിർവഹിച്ചു. ജനറൽ മാനേജർ K. മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KC ഷിജു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ K. സിബി, തൃശൂർ ബ്രാഞ്ച് മാനേജർ AS കണ്ണൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ഭാരത സർക്കാരിന് കീഴിലുള്ള റെപ്കോ ബാങ്കിന്റെ പ്രൊമോട്ടർ സ്ഥാപനമായ റെപ്കോ ഹോം ഫിനാൻസിന് നിലവിൽ ഇന്ത്യയിലുടനീളം 209 ബ്രാഞ്ചുകളും 31 സാറ്റലൈറ്റ് സെന്ററുകളുമുണ്ട്. 25 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനം തൃശൂരിലും മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. ഭവന വായ്പകൾ, സ്ഥലം വാങ്ങുന്നതിനുള്ള വായ്പ, വീട് നവീകരണ വായ്പകൾ, കൊമേഴ്ഷ്യൽ വായ്പകൾ, മോർട്ട്ഗേജ് ലോൺ, NRI ലോണുകൾ, മറ്റ് ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾ ഏറ്റെടുക്കുന്നതിനുള്ള സൗകര്യം, PMAY സബ്സിഡി ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിവിധ വായ്പാ പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് പുതിയ ബ്രാഞ്ചിലൂടെ ലഭ്യമാകും. സുതാര്യമായ ഇടപാടുകളും വേഗത്തിലുള്ള ലോൺ നടപടികളുമാണ് തൃശൂരിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കാൻ തങ്ങളെ സഹായിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പുതിയ പരിസരത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി സേവനം തുടരാനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഓൺ ബിഹാഫ് ഓഫ് തൃശ്ശൂർ ബ്രാഞ്ച് റീജിയണൽ ഓഫീസ് കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങളുടെ സ്വാഗതം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു. എത്തിച്ചേർന്ന എല്ലാവർക്കും ബ്രാഞ്ചിന്റെ പേരിൽ ഫിനാൻസിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റെപ്കോ ഹോം ഫിനാൻസ്, ഗ്രൗണ്ട് ഫ്ലോർ, മേപ്പിൾ ടവർ, TB റോഡ്, കൊക്കാലെ, തൃശൂർ. ഫോൺ 0487 24 44 803 9072 344803. വാർദ്ധക്യകാലത്തെ സൗഹൃദപൂർണവും സജീവവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ 1-ാം വാർഷികം ആഘോഷിച്ചു. ലീഷർലാൻഡ് ഹെൽത്ത് ക്ലബ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാപിത കമ്മിറ്റി അംഗം നെപ്പോ ചിറമ്മൽ, സെക്രട്ടറി ജോസ് വല്ലപ്പാടി, ഫാദർ ജോസഫ് ബ്രഹ്മകുളം, പഞ്ചായത്ത് അംഗം സോജിയ പിൻഡോ, ജോസി ജോണി, ബൈജു ഇമാനുവൽ, ആത്രയ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് മിനി ആൻഡോ, റോസ്മേരി എന്നിവർ സന്നിഹിതരായി. വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ചടങ്ങിൽ വെച്ച് നടന്നു. നാടൻ പാട്ടും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു.
പല കുടുംബങ്ങളിൽ നിന്നും താമസിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും വാർദ്ധക്യം എന്ന് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വാർദ്ധക്യമല്ല, കൂട്ടായ ഈ സംരംഭത്തിൽ ഒത്തുകൂടാനും പല കുടുംബങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സുഖവും ദുഃഖവും പങ്കുവയ്ക്കാനും കൂടുതൽ ഒത്തുചേരലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇതിന്റെ സംഘാടക പ്രവർത്തകർക്ക് ആദ്യമായി ഞാൻ എന്റെ നന്ദിയും കടപ്പാട് അറിയിച്ചു കൊള്ളട്ടെ. കാരണം പല കുടുംബങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബാംഗങ്ങളുണ്ട്, സുഖവും ദുഃഖവും അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഒരു വാർദ്ധക്യം ബാധിച്ച് അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അതിന് പ്രായ വ്യത്യാസങ്ങളില്ല. ആ കുടുംബങ്ങളിൽ ചെന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളോ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ സംതൃപ്തി അവരെ വെറുതെ ഒന്ന് തൊട്ടു തലോടിക്കൊണ്ട് അവരോട് 2 വാക്കുകൾ പറഞ്ഞ് പോരുന്നതാണെന്ന് എന്റെ അനുഭവത്തിൽ കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രായമായിട്ടുള്ളവരുടെ കൂട്ടായ്മകൾ ഇതിനകം തന്നെ കുറച്ച് എനിക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തുകളിൽ നിന്നും അവരെ ഒരു സംഘാടനത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ചെറുതോ വലുതോ ആയ കാര്യപരിപാടികളിലൂടെ നിവർത്തിക്കാനും അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടും സന്തോഷം ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുമിച്ച് കൂടുന്നത് വലിയ ആനന്ദത്തിന് കാരണമാകുന്ന കാര്യമാണ്. അവർക്കും സംഘടിപ്പിക്കുന്നവർക്കും ഒരു കുടുംബം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനോട് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു കുടുംബം പോലെ വളരെ സന്തോഷത്തിൽ എല്ലാവരും ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കർമ്മ പരിപാടികളും അതുപോലെ തന്നെ ആസൂത്രണങ്ങളൊക്കെ ഈ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംരംഭം വഴി നിങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വായിക്കുകയുണ്ടായി. എല്ലാത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ആദ്യമായി തന്നെ ഞാൻ വലിയ ആശംസകൾ പറയുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തില് എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മാമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മാമ്മേനെ. കഴിഞ്ഞ ഡിസംബറിൽ അമ്മാമ്മ മരിച്ചുപോയി. പെട്ടെന്ന് ഒരു ആര് കയറിയതാണ്, അങ്ങനെ അമ്മാമ്മ മരിച്ചുപോയി. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാ വെക്കേഷനും അമ്മാമ്മയുടെ അടുത്തേക്ക് പോകും. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറില്ല, കാരണം ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല, അമ്മയുടെ വീട്ടിൽ പോകാറില്ല. അമ്മാമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ട്. ആ നിമിഷങ്ങളൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് അനുഭവജ്ഞാനുള്ളവരാണ് നമ്മളെല്ലാം. ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. അപ്പോ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. സന്ദർശിച്ച് അവരിലേറെ പേരുടെയും ആഗ്രഹപ്രകാരം പ്രായമായവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാമെന്ന ആശയത്തിന്മേൽ ഗോൾഡൻ ഏജ് കെയർ എന്ന പേരിൽ ഈ വയോജന കൂട്ടായ്മ രൂപീകരിച്ചു. 2025 ഫെബ്രുവരി 23 ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബിൽ വെച്ച് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി റവറന്റ് ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കലിന്റെ അധ്യക്ഷതയിൽ ക്രിസ്കോഡ് സംഘടനയുടെ രൂപതാ ഡയറക്ടറും കണ്ണാറ സെന്റ് ജോസഫ് പള്ളി വികാരിയുമായ റവറന്റ് ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുറേ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ, ആരോഗ്യരംഗത്തെ വിവിധ മേഖലയിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ബോധവൽക്കരണ ക്ലാസുകൾ, മാനസികോല്ലാസത്തിനായി വിനോദ പരിപാടികൾ, കലാസദസ്സുകൾ, വിനോദയാത്രകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു. ഗോൾഡൻ ഏജ് കെയർ വെറും ഒരു സംഗമ കേന്ദ്രമല്ല, ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ ഒന്നിച്ചപ്പോൾ ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബിന്റെ പേരിൽ ഒരു മഹാപ്രസ്ഥാനത്തിന് തിരിതെളിഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പൻകുഴിയിലുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ കഴിഞ്ഞ 5 മാസമായി ഡോക്ടർ സ്ഥിരമായി ഇല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി.
ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. പുളിങ്കര പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. വർഗീസ് പൊറായി, ഓമന ജോസ്, TT ബേബി, ബെന്നി നബേലിൽ, റാണി ജോഷി എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭീകരവാദം എന്ന് പറയുന്നത് അത് എത്രമാത്രം പ്രയാസം പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ തെരുവ് പട്ടികളുടെ ആക്രമണം എന്ന് പറയുന്നത്. മനുഷ്യന് റോഡിൽ കൂടി നടക്കാൻ കഴിയില്ല, ഓടിച്ചിട്ട് കാലിനെ കടിക്കല, മേത്തയ്ക്ക് കയറി കടിക്കുകയും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ ഓടിച്ചിട്ട് കടിച്ചു കയറുകയും വീട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന കൊച്ചുകുഞ്ഞിനെ കയറി കടിച്ചു കയറുകയും ചെയ്യുന്ന ഇത്രയും ക്രൂരമായ ഒരു അവസ്ഥ. എന്നാൽ അതിന് പുറകിൽ കുറെ നായസ്നേഹികളുണ്ട് എന്ന് നമുക്കറിയാം. വിജിലൻസുകാർ അന്വേഷിച്ച് എന്താണ് നടക്കുന്നതെന്ന് നിലയിൽ പ്രതിഷേധമുണ്ടെന്നാൽ അതുകൊണ്ടാണല്ലോ എന്നറിയില്ല ഡോക്ടറിന് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കരച്ചിലിനൊക്കെ ഒരു ഫലമുണ്ട്. അധികാരികൾക്ക് ഭയമുണ്ടെന്ന് സത്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറയുന്നത് പോലെ ജനം ഒരു നീതിക്ക് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ ഏത് ഭരണ സംവിധാനവും മുട്ടുകുത്തുമെന്നത് സത്യം തന്നെയാണ്. ചരിത്രത്തിലെ എല്ലാ വിപ്ലവങ്ങളും അങ്ങനെ തന്നെയാണ്. ചെറുതായിട്ട് തുടങ്ങി ഭരണകൂടങ്ങളെ വരെ അട്ടിമറിച്ച വിപ്ലവങ്ങളാണ് ലോകത്ത് നടന്നത്. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നൊരു ചെറിയ വിപ്ലവമാണ്. അത് തീർച്ചയായിട്ടും ഭരണകൂടങ്ങളെ കണ്ണു തുറപ്പിക്കുമെന്നും താമസിയാതൊരു സ്ഥിര സംവിധാനം ഒരു ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. കാര്യത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ക്ഷീര കർഷകരെയും നമ്മൾ ക്ഷണിക്കാതെ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രൂപ്പ് രൂപീകൃതമായിട്ട് കൃത്യം 1.5 വർഷമായിട്ടുള്ളൂ. ഇതിനിടയിൽ നമ്മൾ ചില നല്ല കാര്യങ്ങൾ, നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതോടൊപ്പം ഞങ്ങൾ മാസം തോറും ഒരു 3-5 കിടപ്പ് രോഗികളെ വീടുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ കാരുണ്യ സോഷ്യൽ വർക്ക് ഗ്രൂപ്പ് എന്തിട്ട് നന്മ ചെയ്തതെന്ന് ചോദിച്ചാൽ, മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർ കുന്ന് സുപ്രഭ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി രാജകുമാരി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ പ്രസംഗിച്ചു. ലോക മാതൃഭാഷാ ദിനം എന്ന് പറയുമ്പോൾ, മാതൃഭാഷ അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ എന്താ പറയുക, ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഭാഷയുമായി അങ്ങേയറ്റം ഇഴചേർന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസം തന്നെയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അതൊക്കെ ശരിയാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുവാനായിട്ട് അതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ, നല്ല സംസ്കാര സമ്പന്നമായി മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാവേണ്ടതുണ്ട്. പാഴായി ഗ്രാമീണ വായനശാല റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായി വിജ്ഞാന വികസന സദസ്സ് നടത്തി. റിസോഴ്സ് പേഴ്സൺ EK സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PS സനിൽകുമാർ അധ്യക്ഷനായിരുന്നു. EV നന്ദ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കവി സുധീഷ് ചന്ദ്രൻ കവിതകൾ അവതരിപ്പിച്ചു. മണിഗംഗാധരൻ, MS ചന്ദ്രൻ, CA കേശവൻ, വായനശാല സെക്രട്ടറി VM പ്രഹ്ലാദൻ, NJ ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനായി സംവിധാനം ചെയ്യുവാനും ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും ഉള്ള സമത്വവും ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ പൗരന്മാരിലും സാഹോദര്യം. വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി കൊടകര അഴകം യുവജന സംഘം വായനശാല സംഘടിപ്പിച്ച റിപ്പബ്ലിക് സദസ്സിന്റെ സമാപന സമ്മേളനവും വിജ്ഞാന വികസന സദസ്സും സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ് വിഷയാവതരണം നടത്തി. റിട്ടയർ അധ്യാപകൻ TV ഗോപി, ബാലവേദി കൊടകര പഞ്ചായത്ത് തല കോഓർഡിനേറ്റർ ലിബി ഹർഷ,
വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ പ്രസംഗിച്ചു. വായനശാലയിൽ റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. അതുപോലെ തന്നെ വായനശാലകൾ ജനാധിപത്യത്തിന്റെ വിദ്യാലയം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വായനശാല എന്നതൊരു പുസ്തകം സൂക്ഷിക്കുന്ന ഒരു മുറി മാത്രമല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാവുന്ന അനുഭവങ്ങളുടെ മുന്നിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിപ്പബ്ലിക് സദസ്സ് എന്ന പേരിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാരണമാണ്. ഇവിടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംഭവം. റിപ്പബ്ലിക്കിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഗ്രന്ഥശാല സംഘം മുന്നോട്ട് വെക്കുമ്പോൾ അത് റിപ്പബ്ലിക് നടന്നത് ജനുവരി 26-നാണ്. ഫെബ്രുവരി 8-നാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു. നമ്മുടെ വായനശാലയും ഈ പരിപാടിയിൽ പങ്കുചേരുകയാണ്. നമ്മുടെ വായനശാല ഇതിനോടകം റിപ്പബ്ലിക് സദസ്സുമായിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളും നടന്നു കഴിഞ്ഞു. കുട്ടികളുടെ വായനശാലയിൽ കുട്ടികളുടെ ചിത്രരചന മത്സരങ്ങൾ, ക്വിസ് മത്സരം, അങ്ങനെ ഉള്ള അതുപോലെ കാവ്യാലാപന സദസ്സ് ഇന്നലെ ഈ പ്രദേശത്തിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെയുള്ള എഴുത്തുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാവ്യ ആലാപന സദസ്സാണ് ഇന്നലെ നടന്നത്. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ ഉത്സവ മഹോത്സവം ഈ മാസം 25 മുതൽ മാർച്ച് 2 വരെയും പൂരം കാവടി ആഘോഷം മാർച്ച് 7-നും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാത്രി കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകൾ മാർച്ച് 2-ന് മാങ്കുറ്റിപ്പാടം കടവിൽ ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 7-ന് നടക്കുന്ന പൂരം കാവടി ആഘോഷത്തിലെ എഴുന്നള്ളിപ്പിൽ 13 ഗജവീരന്മാർ അണിനിരക്കും. വിവിധ കാവടി സെറ്റുകളും ആഘോഷത്തിൽ പങ്കാളികളാകും. മേളത്തിന് പള്ളിപ്പുറം വൈശാഖ് പ്രാമാണികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി സുധീഷ് തുമ്പരത്തി, ഗജാൻജി കൃഷ്ണപ്രസാദ് അലിയാങ്കൽ, ഉല്ലാസൻ ശൂനിപ്പറമ്പിൽ, മഹേഷ് മണലായി എന്നിവർ പങ്കെടുത്തു. ശ്രീധർമ്മശാസ്ത്ര മഹാക്ഷേത്രം പൂരം മഹോത്സവം ഫെബ്രുവരി 24 ശുദ്ധി, 25-ാം തീയതി 7-ക്കും 8-ക്കും ഇടയ്ക്ക് കൊടിയേറ്റം, മാർച്ച് 1 വൈകിട്ട് 7-ക്കും 8-ക്കും ഇടയ്ക്ക് പള്ളിവേട്ട, മാർച്ച് 2 ആറാട്ട് കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് വീരനാട്യം ആലിംഗനമ്മയുടെ 7 മണിക്ക് ആലിംഗനമ്മയുടെ കൈക്കുട്ടികളെയും ശിവശങ്കരി മുക്ലിയത്തിന്റെ കൈക്കുട്ടികളെയും ആറാട്ടിന് അന്ന് വൈകിട്ട് 7 മണിക്ക്. പിന്നെ മാർച്ച് 7-ാം തീയതി മാർച്ച് 7-ാം തീയതി പൂരം മഹോത്സവം കൊണ്ടാടുന്നു. 5 സെറ്റിൽ നിന്ന് അണിനിരക്കുന്ന 11-ൽ പരം ആനകളും വർണ്ണശബലമായ കാവടികളും കലാരൂപങ്ങളും ഉണ്ട്. പിന്നെ എല്ലാ നല്ല നാട്ടുകാരും ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾ ഒരു നല്ല വിജയാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വന്ന് നമ്മൾ വോട്ടിന് വന്ന് എല്ലാവരും സഹകരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 100-ൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പാട്ടിമേളം, പാഞ്ചാലിമേളം പൂർവ്വഭാനുബന്ധിച്ച് നടത്തുന്നതാണ്. സർവശ്രീ പള്ളിപ്പുറം വൈശാഖാണ് മേളത്താണ് ആയിട്ടുള്ളത്. പിന്നെ വിവിധ സെറ്റുകളുടെ കാവടി വരും, മാസകം, അല്ലെങ്കിൽ ചിങ്ങാരിമേളം, നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ കാറിന്റെ പിറകിൽ ആഡംബര കാറിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തലക്കീഴായി മറിഞ്ഞു. കോട്ടയത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 കുട്ടികളടക്കം 5 യാത്രക്കാരാണ് കാറിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ കുടുങ്ങിയ കുടുംബത്തെ നാട്ടുകാർ ചേർന്നാണ് കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് പുറത്തെടുത്തത്. മണ്ണുത്തി CMS സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ. ഒരു ഫാമിലിയാണ് ആ സ്കോർപ്പിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ടയർ പൊട്ടുന്നൊരു സൗണ്ട് കേട്ടു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നതായിട്ടും ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവരെ വണ്ടീനെ വന്ന് ഇടിച്ച് മറിഞ്ഞു. ആ വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആ ഫാമിലി രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഒരു 3 ചെറിയ കുട്ടികളാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. ഇതെന്നും ഇതിലെ ഈ സ്പീഡിൽ നമ്മുടെ ഈ റോട്ടിൽ കൂടെ പോകാവുന്ന ഒരു സ്പീഡിലല്ല. ഈ നാട്ടുകാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് പേടിയാണ് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇത് എന്തോ ഭാഗ്യത്തിനാണ് ആ ഫാമിലി രക്ഷപ്പെട്ടത്. 3 ചെറിയ കുട്ടികളാണ്.
ഡിവൈഡർ മേടിച്ച് മറിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ വണ്ടി മറിഞ്ഞാലുള്ള എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ റോട്ടിൽ ഇത്തരം വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മുടെ പോലീസും ഇതൊക്കെ എന്നും കാണുന്നത് ഇവിടെ ആർക്കും ഇത് ചോദ്യം ചെയ്യാനില്ല. ഒരു അപകടം നടന്നു കഴിയുമ്പോൾ പറയുന്നല്ലാതെ ഈ പോലീസിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് എന്നും ഈ വണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ഈ സമയത്ത് ഈ വണ്ടി പോകും. ഇതിൻ്റെ ശബ്ദം കിലോമീറ്ററുകൾ അപ്പുറം വരെ കേൾക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ പോലീസിനോ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് മരണങ്ങൾ, ജീവനുകൾ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെന്നും സംഭവിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ അച്ചാച്ചൻ എന്ന് പറഞ്ഞു പുറകിൽ, പക്ഷേ എന്താണ് ഞങ്ങൾക്ക് കാണത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിള്ളേരുള്ളതുകൊണ്ട് ഒരു സ്പീഡിൽ പോകത്തില്ല. അപ്പോഴേക്ക് ഈ കാറ് വന്ന് ഞങ്ങളെ ഇടിച്ചു. അപ്പം ഞങ്ങളുടെ കാറ് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടിട്ട് പോയി ഡിവൈനർ ഇടിച്ചിട്ട് മറിയുമായിരുന്നു. അങ്ങനെ മറിഞ്ഞതാണ്. കാറിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ പുറത്ത് കിടന്നത്? ആരോ കുറെ പേര് എടുത്താ ആൾക്കാർ വന്ന് അപ്പോഴേക്കും വന്ന് ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് എടുത്തു. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി പ്രവാസി കൂട്ടായ്മ. കായകൽപ്പം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയുടെ ശുചിത്വ നിലവാരം മെച്ചപ്പെടുത്താൻ ഖത്തർ കോടാലി കൂട്ടായ്മ ക്ലീനിംഗ് സാമഗ്രികൾ വാങ്ങി നൽകി. ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഖത്തർ കോടാലി കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് സുരേഷ് കടുപ്പശ്ശേരി പങ്കെടുത്തു. ആശുപത്രി ജീവനക്കാരും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് സാമഗ്രികൾ ഏറ്റുവാങ്ങി. മറ്റത്തൂർ CHCക്ക് വേണ്ടി വിവിധ ക്ലീനിങ് മെറ്റീരിയൽസ് ഡൊണേറ്റ് ചെയ്ത ഖത്തർ കൂട്ടായ്മ കോടാലി, അതിൻ്റെ ഇവിടെ ഭാരവാഹിയായ ശ്രീ സുരേഷിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. CHC മറ്റത്തൂരിൻ്റെ പേരിൽ ഭാവിയിലും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള നല്ല സുമനസ്സുകളുടെ ഒരു സഹായം ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. ജനകീയ സംരക്ഷണ സമിതി വേലുപ്പാടം മഠം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സമിതിയുടെ മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പി പെരുവാൻകുഴിയിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സുധീനി രാജീവ്, അന്തോണി പൊന്നാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമിതി നേതാക്കളായ ഷിഹാബ് പെരുവാൻകുഴിയിൽ, ഡേവിസ് ആർട്ടിസ്റ്റ്, സാദിഖ് പുലിക്കണ്ണി, KK ശാന്ത, പൊതുപ്രവർത്തകയായ നിഷ രാജേഷ്, സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് സൂപ്പി പെരുവാൻകുഴിയിൽ, സെക്രട്ടറി അസീസ് അരിപ്പുറം, ട്രഷറർ NV രജീവൻ എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. കുട്ടികൾ ആ രീതിയിൽ മാറുന്നു എന്നൊരു സാഹചര്യത്തിലാണ് ഒരു വർഷം മുമ്പ് നമ്മൾ ഇത്തരം സംഘടനയ്ക്ക് പുറത്തു കൊടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഈ വരന്തപ്പള്ളി പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇത്തരം കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരി വിൽപ്പനയുടെ വക്താക്കളുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ മേഖലയിൽ ഇനി കാണാം ഇൻഫോടോക്ക്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പുതിയതായി വന്നവർക്കും ഇനി ഫ്ലാഷ് ബാക്ക് കാണാം. ഒരു കിടിലൻ ഫീച്ചർ കൂടി വാട്സ്ആപ്പിൽ എത്തിയിരിക്കുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെല്ലാവരും സ്ഥിരമായി നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പുതിയൊരു ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ അതിനു മുൻപ് അവിടെ നടന്ന സംഭാഷണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വെറും ശൂന്യമായ ഒരു സ്ക്രീൻ മാത്രമാകും മുന്നിലുണ്ടാവുക. ഇത് പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകാറുണ്ട്. ഓഫീസ് ഗ്രൂപ്പുകളിലോ കോളേജ് ഗ്രൂപ്പുകളിലോ പുതുതായി ഒരാൾ ചേരുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പഴയ മെസ്സേജുകൾ തിരഞ്ഞു പിടിച്ച് ഫോർവേഡ് ചെയ്യുക എന്നത് വലിയൊരു തലവേദനയായിരുന്നു. എന്നാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി വാട്സ്ആപ്പ് ഇപ്പോൾ ഒരു കിടിലൻ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ ഫീച്ചർ വഴി ഒരു ഗ്രൂപ്പിൽ പുതുതായി ഒരാൾ ചേരുമ്പോൾ ഗ്രൂപ്പ് അഡ്മിനോ മറ്റംഗങ്ങൾക്കോ പഴയ മെസ്സേജുകൾ ആ വ്യക്തിയുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. ഇതിലൂടെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് പുതിയ ആൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ഫീച്ചറിന്റെ പേര് ഗ്രൂപ്പ് ചാറ്റ് ഹിസ്റ്ററി ഷെയറിംഗ് എന്നാണ്. ഗ്രൂപ്പിൽ പുതുതായി ഒരാൾ ചേരുമ്പോൾ പഴയ ചാറ്റുകൾ ഷെയർ ചെയ്യാനായി സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് തെളിയും. ഇതുവഴി ഏകദേശം 25 മുതൽ 100 പഴയ മെസ്സേജുകൾ വരെ പുതിയ അംഗവുമായി പങ്കുവയ്ക്കാം. എത്ര മെസ്സേജുകൾ വേണമെന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഓട്ടോമാറ്റിക് അല്ല. പഴയ മെസ്സേജുകൾ തനിയെ ഷെയർ ആക്കില്ല. അഡ്മിനോ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളോ അനുവദിച്ചാൽ മാത്രമേ ഇത് സാധിക്കൂ. പഴയ ചാറ്റുകൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിന് ഈ സൗകര്യം ഓഫ് ചെയ്തു വെക്കാം. പഴയ മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിക്കേണ്ട.
വാട്സപ്പ് ഇതിനും എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ സുരക്ഷ നൽകുന്നുണ്ട്. അതായത് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ആ സന്ദേശങ്ങൾ വായിക്കാൻ കഴിയൂ. വാട്സപ്പിനോ മറ്റു മൂന്നാം കക്ഷികൾക്കോ ഇത് വായിക്കാനാകില്ല. പഴയ ചാറ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇങ്ങനെ പങ്കുവെക്കുന്ന മെസ്സേജുകൾക്ക് ആരാണ് അയച്ചതെന്ന വിവരവും ഒരു ടൈം സ്റ്റാമ്പും ഉണ്ടാകും. ഈ കിടിലൻ ഫീച്ചർ iOS, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ലോകമെമ്പാടും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും ഈ അപ്ഡേറ്റ് ഘട്ടം ഘട്ടമായി ലഭിക്കും. ജോലിസ്ഥലത്തും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഗ്രൂപ്പുകളിലും സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഈ ഫീച്ചർ ലഭിക്കാൻ നിങ്ങളുടെ ഫോണിലെ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ തുറന്ന് വാട്സപ്പ് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 78% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 10 ലക്ഷം രൂപ വരെയുള്ള വാഹന വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9400068508. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പ സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് കോഴിപ്പാടൻ ഫ്രാൻസിസ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രിൻസിയാണ് ഭാര്യ. പ്രിൻസ്, ആൻസി, ബിൻസി എന്നിവർ മക്കളും തോംസൺ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണാഭമായി കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര കുംഭഭരണി വേല മഹോത്സവം. നിറക്കാഴ്ചയായി കൂട്ടി എഴുന്നള്ളിപ്പ്. പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും ആഘോഷിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല സംഘടിപ്പിച്ച റിപ്പബ്ലിക് സദസ്സിന്റെ സമാപന സമ്മേളനവും വിജ്ഞാന വികസന സദസ്സും സംഘടിപ്പിച്ചു. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഫെബ്രുവരി 28-ന്. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 25 മുതൽ മാർച്ച് 2 വരെയും പൂരം കാവടി ആഘോഷം മാർച്ച് 7-നും ആഘോഷിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.